പെന്തക്കോസ് എന്താണ് എന്നാണ് നാം ഈ വീഡിയോയിൽ കേൾക്കുവാൻ പോകുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ചരിത്രകാരനായ ലൂക്കോസ് എഴുതുന്നു, പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ചരിത്രകാരനായ ലൂക്കോസ് ഈ സംഭവം വിശദീകരിച്ച് പുതിയൊരു യുഗത്തിന് മുഖവുര എഴുതി ചേർക്കുകയായിരുന്നു. യഹൂദന്മാരുടെ ഒരു സുപ്രധാന ഉത്സവമാണ് പെന്തക്കോസ്ത്. പെന്തക്കോസ്ത് എന്ന പദം ഹീബ്രു ബൈബിളിൽ കാണുകയില്ല. തോബിത്ത്, മക്കാബിയർ എന്നീ അപ്പോക്രിഫ ബന്ധങ്ങളിൽ ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. വാരോത്സവം, കൊയ്ത്തു പെരുന്നാൾ, ആദിഫല ദിവസം എന്നീ പേരുകളിൽ ഇസ്രായേൽക്കാർ ഇത് ആചരിച്ചിരുന്നു. പഴയ നിയമത്തിൽ ഈ പേരുകളാണ് കാണുക. 7-ാമത്തെ ശബ്ബത്തിൻ്റെ പിറ്റേന്നാൾ വരെ 50 ദിവസം എണ്ണി എന്ന് ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നു. പെസഹായുടെ ആരംഭത്തിൽ നീരാജനക്കറ്റ അർപ്പിക്കുന്നതിന് മുതൽ ഉള്ള 50 ദിവസത്തെക്കുറിച്ചാണ് ഈ സൂചന. ഈ 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് എന്ന പദത്തിൻ്റെ അർത്ഥം 50-ാമത്തേത് എന്നാണ്. യഹോവ സീനായി മലയിൽ വെച്ച് മോശെ വഴി കൽപ്പനകൾ നൽകി. ഇസ്രായേൽ ജനത്തെ നിയമപ്രകാരം സ്വന്തം ജനമായി അംഗീകരിച്ചതിൻ്റെ അനുസ്മരണയാണ് ഇസ്രായേൽ സമൂഹത്തിന് ഒരു കാലഘട്ടം മുതൽ പെന്തക്കോസ്ത് നൽകിയിരുന്നത്. സീനായി സംഭവത്തിൻ്റെ വാർഷിക ദിനമായി അവർ പെന്തക്കോസ്ത് ആചരിച്ചു പോന്നു. പെസഹ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മുതൽ 50-ാമത്തെ ദിനമാണ് സാദൂക്യർ പെന്തക്കോസ്ത് ആചരിക്കുക. AD 30-ലെ പെന്തക്കോസ്ത് നാൾ ചരിത്രത്തിലെ സുപ്രധാന ദിനമായി മാറി. അന്നത്തെ ഞായറാഴ്ച, അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, യെരുശലേമിലെ ചെറിയ പ്രാർത്ഥനാ സംഘത്തിൻ്റെ കാത്തിരിപ്പ് സഫലമായി. പുതിയൊരു യുഗത്തിൻ്റെ പ്രഭാതം അവർ നേരിൽ കണ്ടു. അവർ കാത്തിരുന്ന പരിശുദ്ധാത്മാവ് അവരെ തേടി എത്തി. പരിശുദ്ധാത്മാവ് ലോക ചരിത്രത്തിലെ ആഗമനമായിരുന്നു അത്. അന്ന് അഗ്നിതാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പരിശുദ്ധാത്മാവ് അവരെ സന്ദർശിച്ചു. ആത്മാവിൻ്റെ സ്പർശനം അവർക്ക് അനുഭവമായി. അവർ ആത്മാവിൽ ശക്തരായി, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ അവർ സംസാരിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യെരുശലേമിൽ വന്നു ചേർന്ന വിവിധ ഭാഷക്കാർ ചരിത്രത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് സാക്ഷികളായി തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.